ബി.ജെ.പിക്കെതിരെ ആഞ്ഞടിച്ച് അരവിന്ദ് കെജ്രിവാൾ എന്നുള്ള വാർത്ത ഇപ്പോൾ വരുന്നുണ്ട്. ബി.ജെ.പി തന്നെ പാർട്ടിയിൽ ചേരാൻ നിർബന്ധിച്ചു. ബി.ജെ.പിക്ക് മുന്നിൽ താൻ മുട്ടുമടക്കില്ല, ബി.ജെ.പിയിലേക്ക് താൻ ഒരിക്കലും പോകില്ല എന്നാണ് അരവിന്ദ് കെജ്രിവാളിന്റെ പ്രതികരണം വരുന്നത്. വിശദാംശങ്ങളുമായി ആർ അച്യുതൻ ഇപ്പോൾ ചേരുന്നുണ്ട്. അച്യുതൻ, എന്താണ് കെജ്രിവാൾ പറയുന്നത്? അച്യുതൻ, ഉന്മേഷ്, വീണ്ടും അതേ ആരോപണം തന്നെ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ആവർത്തിക്കുകയാണ്. അതായത് ഈ കഴിഞ്ഞ ദിവസം ക്രൈംബ്രാഞ്ച് സംഘം ഈ അരവിന്ദ് കെജ്രിവാളിന് നോട്ടീസ് നൽകിയിരുന്നു. നേരത്തെ ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ചതിന്റെ പേരിലാണ് ഈ നോട്ടീസ് നൽകിയത്. ഇതിന് പിന്നാലെയാണ് അതേ ആരോപണം തന്നെ വീണ്ടും കേജ്രിവാൾ ആവർത്തിക്കുന്നത്. ബി.ജെ.പി തന്നെ പാർട്ടിയിൽ ചേരാനായി നിർബന്ധിപ്പിച്ചു എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. എന്നാൽ അദ്ദേഹം പറയുന്നത് ഒരിക്കലും താൻ ബി.ജെ.പിക്ക് മുന്നിൽ മുട്ടുമടക്കില്ല, ബി.ജെ.പിയിൽ താൻ ചേരുകയുമില്ല എന്നുള്ള നിലപാട് കൂടി അദ്ദേഹം ഈ അവസരത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. നേരത്തെ 25 കോടി രൂപ തന്റെ പാർട്ടി MLA-മാർക്ക് ബി.ജെ.പി വാഗ്ദാനം ചെയ്തിരുന്നുവെന്നും ബി.ജെ.പിയിൽ ചേരാൻ നിർബന്ധിപ്പിച്ചു എന്നുമായിരുന്നു പ്രസ്താവന. ഇതേ സമാന പ്രസ്താവന മന്ത്രി അതിഷിയും നടത്തിയിരുന്നു. അതായത് ഓപ്പറേഷൻ ലോട്ടസ് അത് ഡൽഹിയിൽ വീണ്ടും ബി.ജെ.പി ആരംഭിച്ചു എന്നതായിരുന്നു മന്ത്രി അതിഷിയുടെ പ്രസ്താവന. ഇരു പ്രസ്താവനകൾക്കെതിരെയും ബി.ജെ.പി സംസ്ഥാന ഘടകമായിരുന്നു പരാതി നൽകിയത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഡൽഹി ക്രൈംബ്രാഞ്ച് സംഘം ഇരുവരുടെ വസതിയിലെത്തിയതും ഈ നോട്ടീസുകൾ നൽകിയതും. അതിൽ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത് ഈ ആരോപണത്തിന് അടിസ്ഥാനമായിട്ടുള്ള തെളിവുകൾ അത് നൽകണമെന്നൊരു ആവശ്യമാണ് അന്വേഷണ സംഘം മുന്നോട്ട് വച്ചത്. പക്ഷെ അനുകൂല പ്രതികരണങ്ങളൊന്നും ഇരുവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അതിനിടയിലാണ് വീണ്ടും അതേ ആരോപണം മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഉയർത്തുന്നത്. ആം ആദ്മി ഈ വിഷയവുമായി ബന്ധപ്പെട്ട പ്രതികരിച്ചിരിക്കുന്നത് ഏതാണ്ട് 7 MLA-മാരെ അടർത്തിയെടുക്കുവാൻ ബി.ജെ.പി ശ്രമിച്ചു എന്നുള്ളതും ആം ആദ്മിയും പാർട്ടിയും ഇതിനോടൊപ്പം പിന്തുണച്ചുകൊണ്ട് ഉയർത്തുന്നുണ്ട് ആരോപണം. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ ബി.ജെ.പിയെ ആഞ്ഞടിച്ചുകൊണ്ട് രൂക്ഷ വിമർശനം അരവിന്ദ് കെജ്രിവാൾ ഈ അവസരത്തിൽ നടത്തിയിരിക്കുന്നത്. ഉന്മേഷ്, ബി.ജെ.പിയിൽ ചേരാൻ ആ നിലയ്ക്ക് അവരുടെ ഭാഗത്തുനിന്ന് നീക്കമുണ്ടായി, പക്ഷെ താൻ ബി.ജെ.പിയിലേക്കില്ല എന്ന് അരവിന്ദ് കെജ്രിവാൾ പറയുന്നു. അതിൻ്റെ ഭാഗമായിട്ടുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ എന്നാണ് അദ്ദേഹം ഇപ്പോഴത്തെ നീക്കങ്ങളെയൊക്കെ വിശദീകരിക്കുന്നത്.